ഫ്രാൻസ് പറഞ്ഞു, ജെന്നി മകനെ, ഇനി നമ്മൾ രണ്ടായി. ഇനി നമ്മൾ രണ്ടുപേരെയും രണ്ടായി മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഒരു വിചാരണയും, ഇനി നമ്മുടെ വികാരങ്ങളൊന്നാണ്, നമ്മുടെ സ്വപ്നമൊന്നാണ്. ഈ ഞാനിന്മേൽ കയറി നമ്മൾ ഒന്നിച്ച് മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതവും ഒന്നാണ്. നമ്മൾ രണ്ടുപേരെയും മാറ്റി മനസ്സിലാക്കാനായിട്ട് ആർക്കും പറ്റില്ല. നമ്മൾ ഒന്നാണ്. ഒന്നിച്ച് ഈ അഭ്യാസം പൂർത്തിയാണ്. ഈ കുഞ്ഞ് ഫ്രാൻസിന്റെ മേൽ അള്ളിപ്പിടിച്ച് ജനം മുഴുവനും സ്തബ്ധനായി നോക്കി നിന്നു. ഫ്രാൻസ് ആ ഞാനിന്മേൽ കയറി ഒരു വശത്ത് നിന്ന് മറ്റേ വശത്തേക്ക് നടന്ന് വിജയകരമായി തന്റെ അഭ്യാസം പൂർത്തിയായി. ഫ്രാൻസ് ഇവിടെ ഈ കുഞ്ഞിനോട് പറഞ്ഞ വാചകങ്ങൾ വളരെ പ്രസക്തമാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം. ഒരു ക്രിസ്ത്യാനി അവന്റെ ജീവിതം തമ്പുരാന്റെ ചങ്കോട് ചേർത്ത് അള്ളിപ്പിടിച്ച് ജീവിക്കേണ്ടവരാണ്. ഓരോ ക്രിസ്തു ശിഷ്യനും ക്രിസ്തുവിന്റെ ചങ്കോട് ചേർത്ത് അള്ളിപ്പിടിച്ച് ജീവിക്കേണ്ടവരാണ്. അങ്ങനെ ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു ക്രിസ്തു ശിഷ്യനെയും ക്രിസ്തുവിനെയും പിന്നെ രണ്ടായി മനസ്സിലാക്കാനായിട്ട് പറ്റും. ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിന്റെ ചങ്കോട് ചേർന്ന് ജീവിക്കുവാൻ തുടങ്ങിയ ഒരു ക്രിസ്ത്യാനി അവൻ പിന്നെ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ട് അവനെ മനസ്സിലാക്കാനായിട്ട് പറ്റും. മറ്റുള്ളവർക്ക് വേണ്ടി ചങ്ക് വിളർക്കപ്പെട്ട് ജീവിച്ച ഒരു ക്രിസ്തുവിന്റെ ചങ്കോട് ചേർന്ന് ജീവിക്കുന്ന നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി തുറന്ന മനസ്സോടുകൂടി ജീവിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ മുൻപിൽ തുറന്ന മനസ്സോടുകൂടി, മറ്റുള്ളവരോട് വിശാലതയുള്ള മനസ്സോടുകൂടി ജീവിക്കുന്നവരാണ്. പണ്ട് കാലങ്ങളിലെല്ലാം നമ്മൾ വീടുകൾ പണിയുമ്പോൾ നമ്മളുടെ വീടുകൾക്ക് ചുറ്റുപാടും 4 വാതിലുകൾ കൊടുത്ത് വീടിന്റെ എല്ലാ വീടുകളിലേക്കും വാതിലുകൾ കൊടുത്ത് ഇന്ന് നമ്മൾ മതിൽ കെട്ടി ഉയർത്തുന്നവർ. വലിയ വീടുകൾ പണിത് വെക്കും. അതിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി വീണ്ടും ചുറ്റുപാടും വലിയ മതിൽ കെട്ടി ഉയർത്തി വെക്കും. മതിൽ എന്ന വാക്കിന് മതി ഇതിലെ എന്നാണ്. മതി ഇതിലെ, ഇങ്ങോട്ടുള്ള നിന്റെ പ്രവേശനം മതി. ഇനി നീ ഇങ്ങോട്ട് പ്രവേശിക്കണം. എന്റെ ജീവിതത്തിലേക്ക് മതി നിന്റെ വരവ്. വലിയ മതിലുകൾ കെട്ടിവെച്ചിട്ട് അതിന് വലിയ ഗേറ്റുകളും പണിത് വെക്കും. ഈ വലിയ ഗേറ്റ് പണിത് വെച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മൾ എഴുതി വെക്കും, ബിവെയർ ഓഫ് ഡോഗ്സ്, നായ്ക്കളെ സൂക്ഷിക്കുക. ഈ മതിൽക്കെട്ടിനുള്ളിൽ ഇവിടെ താമസിക്കുന്നത് കുരയ്ക്കുന്ന കടിക്കുന്ന നായ്ക്കളാണ്. അതുകൊണ്ട് നിങ്ങളോട് കയറേണ്ടത് സൂക്ഷിക്കുക എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ നമ്മൾ വാതിലുകൾ പണിത് വെച്ചിട്ടുണ്ട്. വീടിന്റെ 4 വശത്തേക്കും തുറന്നിട്ട വാതിലുകൾ. ഈ വാതിലുകൾക്ക് ഒരർത്ഥമേ ഉള്ളൂ, വാ ഇതിലെ എന്ന വാതിൽ എന്ന വാക്കാണ്. വാ ഇതിലെ, നിനക്ക് ഇങ്ങോട്ട് സ്വാഗതം. എന്റെ വീടിന്റെ 4 ദിക്കിലും ഞാൻ വാതിൽ പണിത് വെച്ചിരിക്കുന്നത് നിനക്കൊരാവശ്യം വരുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് ഓടി വരാനായിട്ട് ഞാനുണ്ട് എന്ന് പറഞ്ഞു. നിനക്ക് എപ്പോൾ ആവശ്യം വരുമ്പോഴും നിനക്ക് എന്റെ വീട്ടിലേക്ക് ഓടി വരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ 4 വശത്തും വാതിലുകൾ കെട്ടി സൂക്ഷിച്ചിരുന്നത്. ഇന്ന് നമ്മൾ വാതിലടച്ചു, മതിൽ കെട്ടി അതിൽ ഗേറ്റ് പിടിപ്പിച്ച് അകത്ത് ജീവിക്കുന്ന കുരയ്ക്കുന്ന കടിക്കുന്ന നായ്ക്കളെ സൂക്ഷിക്കാൻ ബോർഡും എഴുതി വെച്ച് ജീവിക്കുക. ഒരു ക്രിസ്തു ശിഷ്യന്റെ ജീവിതം തുറന്ന വാതിലുകൾ കൂടി മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്ന മനസ്സോടെ ജീവിക്കുന്നതാണ്. ഒരു ക്രിസ്ത്യാനി ലോകത്തിൽ എല്ലാവരുടെയും മുമ്പിൽ തുറന്ന കരങ്ങളോടുകൂടി സഹായിക്കാൻ സന്മനസ്സുള്ളവനായിട്ട് ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ എല്ലാത്തിനോടും പറ്റി ജീവിക്കുന്നതോടൊപ്പം തന്നെ എല്ലാത്തിനോടും ഒരകലം പാലിക്കാൻ നമുക്ക് സാധിക്കും. നമുക്കറിയാം, ഒരു താമര കുമ്പിളില് അതിൽ കുറെ വെള്ളത്തുള്ളികൾ. ഈ താമര ഇലയിലുള്ള വെള്ളത്തുള്ളികൾ കാറ്റത്ത് ഈ ഇലയാടുമ്പോൾ ഇലയോടൊപ്പം ആടിക്കൊണ്ടിരിക്കുക. ഇലയോടൊപ്പം ഈ വെള്ളത്തുള്ളികൾ ആടുമ്പോൾ ഈ സുഖസുഷുപ്തിയിൽ ഇത് സന്തോഷത്തോടെ ഇരിക്കുക. ഓരോ ആട്ടത്തിലും ഓരോ തുള്ളി ഇലയിൽ നിന്ന് ചോർന്നൊലിച്ചു പോകും. അങ്ങനെ കുറെ ഇളം കാറ്റില് ആടിയാടി ഈ ചെറിയ വെള്ളത്തുള്ളികൾ ആടിയാടി താമരയിലെ വെള്ളം മുഴുവൻ തീരുന്നത് ആരും അറിയില്ല. ഇതുപോലെ ജീവിതത്തിൽ നമ്മുടെ പല കാര്യങ്ങളും, നമ്മുടെ വിശ്വാസവും നമ്മുടെ മൂല്യങ്ങളും ഒക്കെ ലോകത്തോട് ഒരുപാട് പറ്റി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് പലപ്പോഴും നമ്മൾ അറിയുന്നു. നമുക്ക് കുട്ടികൾക്ക് ഏറ്റവും കാണാൻ കൗതുകമുള്ള ഒന്നാണ് ആന. എത്ര കണ്ടാലും മതി വരില്ല. അതുപോലെ കുട്ടികൾക്ക് എത്ര കണ്ടാലും മതി വരാത്ത ഒന്നാണ് JCB പണിയെടുക്കുന്നത് കുട്ടികള് മനോഹരമായിട്ട് സന്തോഷമായിട്ട് നോക്കി നിൽക്കും. ഇതുപോലെ തന്നെ
നമുക്കെല്ലാവർക്കും കണ്ടാലും കണ്ടാലും കൊതി വരാത്ത മറ്റൊന്നാണ് കടൽ. കടല് കണ്ടാലും കണ്ടാലും നമുക്ക് കൊതി തീരും. കടലോരത്ത് പോയി നമ്മൾ എത്ര സമയം നിന്നാലും നമ്മൾ മടുക്കുന്നത്. കടലോരത്ത് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് സന്തോഷമുള്ളത്. കടലോരത്ത് ചെന്ന് നിന്നാൽ കടലിലെ കുളിർക്കാറ്റ് നമുക്കൊക്കെ ഇഷ്ടമാണ്. കടലോരത്ത് പോയി നിൽക്കുമ്പോൾ കടലിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റ് സന്തോഷത്തോടെ നമ്മൾ ആസ്വദിച്ചു നിൽക്കും. ഈ കാറ്റ് സുഖം പകരുന്നതാണ്, സന്തോഷം പകരുന്നതാണ്, നമ്മുടെ മനസ്സിനെ പോലും കുളിർപ്പിക്കുന്നതാണ്. ഇതുപോലെ തന്നെ കടലോരത്ത് നമുക്ക് കൗതുകം തരുന്ന രണ്ടാമത്തെ കാര്യം കടലിലെ തിരമാലകൾ. കടലിൽ നിന്നും നുരങ്ങി പതഞ്ഞൊഴുകി വരുന്ന തിരമാലകൾ കൗതുകത്തോടെ നമ്മൾ നോക്കി നിൽക്കാറ്. ഈ തിരയടിച്ച് കരയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ തിരയോട് കളിക്കാറ്. നമ്മൾ കടലോരത്തെ മണൽത്തിരകളിൽ എഴുതി വെക്കുന്നതൊക്കെ ഈ തിര വന്ന് മായ്ക്കുമ്പോൾ നമ്മൾ ഇതിന് കുസൃതി കളിക്കാറ്. തിരയും കടൽക്കാറ്റും നമുക്ക് കൗതുകമാണ്, സന്തോഷം തരുന്നത്, സുഖം തരുന്നത്. പക്ഷേ ഈ കടൽക്കാറ്റ് ഇത് വളർന്നു വളർന്ന് വലുതായി ഒരു കൊടുങ്കാറ്റായാൽ ഇത് തന്നെ സുഖം തരുന്നതല്ല, നശിപ്പിക്കുന്നു. ഈ തിര വളർന്നു വളർന്ന് വലുതായി അതൊരു സുനാമിയായി കഴിഞ്ഞാൽ പിന്നെ അത് സന്തോഷദായകമല്ല, അത് നാശകാരണമാണ്. കടൽക്കാറ്റ് കൗതുകകരമാണ്, തിരമാല കൗതുകകരമാണ്. പക്ഷേ കൊടുങ്കാറ്റായാൽ, സുനാമിയായാൽ അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പല ബന്ധങ്ങളും പല കാര്യങ്ങളോടുമുള്ള നമ്മുടെ അടുപ്പം നമുക്ക് കൂടുതൽ സന്തോഷകരമാണ്, കൗതുകകരമാണ്. പക്ഷേ പരിധിവിട്ട ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളർത്തിയെടുക്കുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ പോലും തകർക്കുന്ന അപകടങ്ങളിലേക്കാണ് നമ്മളെ ചെന്ന് വീഴുന്നത്. ചില ബന്ധങ്ങൾ നമുക്ക് സന്തോഷകരമാണ്, പക്ഷേ അമിതമായ ബന്ധങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് ബന്ധനമായിട്ടാണ്. പണം നമുക്ക് ആവശ്യമാണ്, സമ്പത്ത് നമുക്ക് ആവശ്യമാണ്. പക്ഷേ സമ്പത്തിനോടുള്ള അമിതമായ ഒരു ത്വരയും ആഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഒരു അപകടത്തിൽ ചെന്നുകൊണ്ടെത്തിക്കും. ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ നമ്മുടെ വിശ്വാസത്തിന്റെ ആന്തരസത്ത മറന്നുകൊണ്ടുള്ള അമിതമായ ആഘോഷങ്ങളിലും ആചാരങ്ങളിലേക്കും ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ തന്നെ ഇത് ഹരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ്. പ്രിയ സഹോദരങ്ങളെ, കൊടഞ്ചേരി ഇടവക നമ്മുടെ ഈ നാട്ടിലെ മഹാ ഇടവക. നിങ്ങൾ ആരെങ്കിലും പുറത്തു വരുമ്പോൾ പരിചയപ്പെടുത്തുമ്പോൾ പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അച്ഛാ ഞാൻ കോടഞ്ചേരിക്കാരനാണ്. നിങ്ങൾ അഭിമാനത്തോടെയാണ് കോടഞ്ചേരിക്കാരൻ എന്ന് നിങ്ങൾ സ്വയം സംബോധന ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയം അഭിമാനത്തോടെയാണ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം താമരശ്ശേരി രൂപതയിലെ മഹാ ഇടവകയാണ്, താമരശ്ശേരി രൂപതയിലെ ഏറ്റവും വലിയ ദേവാലയമാണ്, ഈ മലബാറിലെ ഏറ്റവും വലിയ വിശ്വാസി സമൂഹമാണ്. ഇതിലൊക്കെ അഭിമാനിക്കുന്നു. ഈ തിരുനാൾ ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ കൊണ്ടാടണം. എത്രമാത്രം വിശ്വാസത്തിന്റെ അന്തസത്തയിൽ വളരാനായിട്ട് എന്റെ ഇടവകയ്ക്ക് എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. ഞാൻ വിദേശികളായി വന്ന ഈ സഹോദരങ്ങൾക്ക് മുമ്പിൽ അവരോട് പറഞ്ഞു കൊടുത്തു, ഇത് നമ്മുടെ രൂപതയിലെ ഏറ്റവും നല്ല ഒരു വിശ്വാസി സമൂഹമാണ്. പക്ഷേ അവരുടെ മുമ്പിലുള്ള വാക്കുകളല്ല നമ്മുടെ തെളിവ്. നമ്മുടെ ചുറ്റും ജീവിക്കുന്നവരുടെ മുൻപിലുള്ള നമ്മുടെ സാക്ഷ്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ തെളിവ്. നിങ്ങൾ വിശ്വാസ സാക്ഷ്യം നടത്താൻ പോവുകയാണ് ഈ തിരുനാൾ ആഘോഷത്തിനും പ്രദക്ഷിണത്തിനും ഒക്കെ. പക്ഷേ സാക്ഷ്യം ഉണ്ടാകേണ്ടത് ഈ ഇടവകയിലെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലൂടെയാണ്. എന്റെ ജീവിതത്തിൽ നിന്നാണ് എന്റെ വിശ്വാസത്തിന്റെ അന്തസത്ത ചോർന്നു പോയിട്ടില്ല എന്ന് കാണിക്കേണ്ടത് ഈ തിരുനാൾ ആഘോഷത്തിന്റെ 2-3 ദിവസങ്ങളിലല്ല, വർഷം മുഴുവനും ജീവിച്ചു തീർക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നല്ല വിശ്വാസങ്ങളായി, പരിശുദ്ധ അമ്മയുടെ നല്ല മക്കളായി ഈ ഇടവകയെ സ്വന്തം ജീവിതത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഈ തിരുനാൾ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥവും മാതൃകയും നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ
മനുഷ്യനായി അവതരിക്കുകയും മാമോദീസ വഴി നിന്റെ മഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തവരോ, ധനകാലത്തിൽ ഞങ്ങൾ ആത്മാവിന്റെ ബലദാനങ്ങളാൽ നിറയുകയും മാമോദീസായുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിക്കുവാനും നിനക്ക് സജീവ സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും.
നിങ്ങൾ ആദ്യം ഇവിടെ
സ്വർഗവാസികളുടെ ആയിരങ്ങളും ആരാധനമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രോഗികളുമായ സ്വർഗീയ സൈന്യം അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രോഗികളുമായ പ്രവന്മാരോടും സാധ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കുള്ള ആരാധന സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ പുതിയ
കർത്താവേ, ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ നിന്റെ തിരുസഭയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തവരും അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുക. നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് തുതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതനായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ സമൃദ്ധമായ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്മാർ ജോർജ് ആനന്ദന് പിതാവിന് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷന്മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജീവസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ദേശത്തിലും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിലും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്നു. അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അഭിഷേകത്തിന്റെ ശരീരത്തിന് ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ ഏകാലയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതികൾക്കും നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും സ്മരണ അങ്ങയുടെ അമരമീയവും സമൃദ്ധവുമായ കൃപയാൽ സഞ്ചാരമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവം. അങ്ങയുടെ പ്രിയപുത്രനായ യേശുമിശിഹായെ അയച്ചു ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശുമിശിഹായുടെ രക്ഷാകര രഹസ്യങ്ങളെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിൽ നിലനിൽക്കട്ടെ. നിന്റെ ദാസരുടെ കുർബാനയുടെ താമസം ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിന്റെ വലിയ പ്രത്യാശയും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങളെ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യതയാൽ രക്ഷിക്കപ്പെട്ട സഭയെ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം എന്നോട് ദയ തോന്നണമേ. കർത്താവായ ദൈവമേ, മിശിഹായുടെ സാദൃശ്യവും പവിത്ര സിംഹാസനമായ ദൈവമേ, പാപമോചനമായ ദൃശ്യത്തെ
കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. Show
എന്നിൽ